എല്ലാവർക്കും ജിനോ ടെക് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് BMWന്റെ G310 GS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കാണ്. ഇതൊരു അഡ്വഞ്ചർ ടൂറർ ബൈക്കാണ്. ഈ ഒരു ബൈക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് കുന്നംകുളത്തെ മോട്ടോ കണക്റ്റിൽ നിന്നാണ്. സോ BMWന്റെ എല്ലാവിധ ബൈക്കുകളും അതുകൂടാതെ 11 തരം ബ്രാൻഡുകളും അവർ ചെയ്യുന്നുണ്ട്. അതൊരു മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ്. സോ ഈ പറയുന്ന ബ്രാൻഡുകളിലെ എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സോ ഗൈസ്, BMW G310 GS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൈക്ക് BMWന്റെ തന്നെ ഒരു എൻട്രി ലെവൽ അഡ്വഞ്ചർ ടൂറർ ബൈക്കാണ്. ഈ ഒരു ബൈക്ക് ഒരുപാടെണ്ണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ, ഒന്ന് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫർട്ടും, രണ്ടാമത് ഈ ഒരു വാഹനത്തിന്റെ ലുക്കുമാണ്. BMWന്റെ GS സീരീസിൽ വരുന്ന ആ ഒരു കോമൺ സ്റ്റൈല് ഈ ഒരു ബൈക്കിലും നന്നായിട്ട് കാണുന്നുണ്ട്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 180 mm ലോങ് ട്രാവലിലെ സസ്പെൻഷനാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. അതുപോലെ തന്നെ 300 mm ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു 4 പിസ്റ്റൺ ഫിക്സ്ഡ് കാലിപ്പറും അതുപോലെ തന്നെ BMWന്റെ ABS സിസ്റ്റം ഒക്കെ നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ് ഈ ഒരു ബൈക്കിന് തരുന്നത്. ഈ ഒരു ബൈക്കിന്റെ അടിഭാഗത്തായിട്ട് നമുക്കൊരു റേഡിയേറ്റർ കാണാം. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് ഉള്ള ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. സൈഡ് ഫെയറിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫെയറിംഗില് ഇതുപോലെ BMWയുടെ ഒരു പഞ്ച്ഡ് ലോഗോ കാണാം. ആഫ്റ്റർ ഓൾ ഈ ഒരു ലോഗോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബൈക്ക് മെയിൻ ആയിട്ട് എടുക്കുന്നത്. കാരണം BMW എന്ന് പറയുന്നത് അത്രയും വേൾഡിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ബ്രാൻഡാണ്. ഇനി എടുത്ത് പറയേണ്ടത് ഇതിന്റെ പെയിന്റിംഗിൽ വന്നിട്ടുള്ള ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ആ ഒരു സ്റ്റീൽ ട്യൂബുലർ ഫ്രെയിമിന് ആ ഒരു റെഡ് കളർ കൊടുത്തതും ഓവറോൾ ആ വൈറ്റും ബ്ലൂവിന്റെ ആ ഒരു കോമ്പിനേഷൻ വളരെ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നത്. എഗെയിൻ നമ്മൾ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ആ ഒരു ഹെഡ്ലൈറ്റിന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന മഡ് ഗാർഡിന്റെ ബ്ലൂ കളറൊക്കെ നല്ല രീതിയിലുള്ള ഒരു അട്രാക്ഷനാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. വണ്ടി ഫ്രണ്ട് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ വിടുത്ത് കുറവായിട്ട് തോന്നുമെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വണ്ടിയാണ്. താഴെ വെച്ചിരിക്കുന്ന മഡ് ഗാർഡ് നമ്മുടെ സസ്പെൻഷന് ചെറിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇനി എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള 313cc എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഏകദേശം 34 PS പവറും 28 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ടാങ്കിന്റെ ഡിസൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈഡർക്ക് നല്ല രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ ഒരു ലോക്ക് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഓഫ് റോഡിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സോസ്റ്റ് നമുക്ക് ഇവിടെ കാണാം. ഇനി ആ ഒരു എക്സോസ്റ്റിന്റെ പൈപ്പ് നോക്കി കഴിഞ്ഞാൽ അത് എഞ്ചിന്റെ പുറകിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഇതൊരു റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിനാണ്. BMWന്റെ ഈ ഒരു ഫീച്ചർ കാരണം നമുക്ക് വണ്ടിക്ക് നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഇതനുസരിച്ച് നമ്മുടെ എയർ ഇൻടേക്ക് ഫ്രണ്ട് സൈഡിൽ നിന്നും എക്സോസ്റ്റ് പുറകിൽ നിന്നാണ് വരുന്നത്. മാത്രമല്ല ഈ എഞ്ചിന്റെ ആ ഒരു ചേംബർ കുറച്ചുകൂടി പുറകിലോട്ട് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. 240 mm സൈസ് വരുന്ന ഒരു ഡിസ്കാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പുറകിലെ ടയർ സൈസ് വരുന്നത് 17 ഇഞ്ചാണ്, ഫ്രണ്ടിൽ വരുന്നത് 19 ഇഞ്ചുമാണ്. അങ്ങനെ ഡിഫറെന്റ് സൈസിലുള്ള വീലുകളാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. റിയർ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും വളരെ കോമ്പാക്റ്റ് ആണ്, എന്നാൽ അതനുസരിച്ച് ഫംഗ്ഷനിലുമാണ്. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊന്നാണ് ഇതിന്റെ കരിയർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലോഡും കാര്യങ്ങളൊക്കെ വെച്ച് പോകാൻ പറ്റുന്ന ഒരു കരിയർ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതാണെങ്കിൽ ഒരു അലുമിനിയം ഫിനിഷിലാണ് കാണുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വളരെ ഷാർപ്പാണ്, ഒരു ലൈക്ക് ഒരു ആരോ പോലെയാണ് ഇരിക്കുന്നത്. റൈഡർക്കും പില്ലിയൻ റൈഡർക്കും ഒരുപോലെ കംഫർട്ട് തരുന്ന രീതിയിലാണ് സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റിയർ സൈഡ് സസ്പെൻഷൻ നോക്കിയാലും അവിടെ ലോങ് ട്രാവൽ സസ്പെൻഷൻ ആയിട്ടുള്ള 180 mm സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഒരു വാഹനത്തിന്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 1420 mm ആണ് വീൽ ബേസ് വരുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 835 mm ആണ് ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രെസ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു വണ്ടി ഏത് ആംഗിളും നോക്കിയാലും നല്ല കിടു ലുക്കാണ്. ഈ ഒരു വാഹനത്തിൽ വരുന്ന അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ബ്രേക്കും ക്ലച്ചും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു LCD ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ഏറ്റവും അത്യാവശ്യ ഘടകങ്ങളായിട്ടുള്ള സ്പീഡ്, അതുപോലെ തന്നെ ടാക്കോമീറ്റർ, ഫ്യൂവൽ ലെവല്, ഗിയർ ഇൻഡിക്കേറ്റർ ഒക്കെ ഈ ഒരു LCDയിൽ കാണാം. ഹാൻഡിൽ ബാറിൽ ചെറിയൊരു BMWന്റെ ലോഗോ കാണാം. സ്വിച്ചസോ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. GPS പോലുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഡിഫറെന്റ് റൈഡിംഗ് മോഡുകൾ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആൻഡ് റൈഡിംഗ് മോഡ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഇനി ഈ ഒരു സൈഡിൽ ലൈറ്റ് കൺട്രോൾസ് അതുപോലെ തന്നെ ഹോണൊക്കെയാണ് വരുന്നത്. ഇനി ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുക്കായിരുന്നു. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ മറ്റ് ബ്രാൻഡുകളിലൊക്കെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ടാങ്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന ആ ഒരു എർഗണോമിക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. റൈഡർക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പെയിന്റ് ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. സീറ്റ് കുഷ്യനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ഗ്രാബ് റെയിൽ ലിമിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്.
ഇനി നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ ഹൈവേസിലൊക്കെ ഓടിച്ച സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഈ ഒരു വാഹനം തന്നു. നമുക്ക് സാധാ റോട്ടിൽ ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസേ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഹൈവേസിൽ നമുക്ക് ഏകദേശം ഒരു 150 km/h ഒക്കെ മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അത്യാവശ്യം നമ്മുടെ നാട്ടിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോട്ടുകൾ ഓടിക്കാനും ഈ ഒരു ബൈക്ക് ബെസ്റ്റാണ്. കാരണം അത്രയും നല്ല സസ്പെൻഷനാണ് ഈ ഒരു ബൈക്കിലുള്ളത്. ഇനി ഗൈസ്, ഈ ഒരു ബൈക്ക് ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ BMW GS ലൈനപ്പിൽ വരുന്ന ഒരു എൻട്രി ലെവൽ ബൈക്കാണ്. സോ GS സീരീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഒരു സിമിലാരിറ്റീസും ചെറിയ രീതിയിൽ ഈ ഒരു ബൈക്കിൽ കാണുന്നുണ്ട്. ഇതൊരു 310cc ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഈ ഒരു 310cc പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ TVS ആണ്. BMWൻ്റെ ആ ഒരു ഡിസൈനിങ്ങിൽ നമ്മുടെ TVSലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ബൈക്കുകൾ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കിട്ടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മുടെ BMW എന്നൊക്കെ പറഞ്ഞ ബൈക്ക് ഭയങ്കര ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നിരുന്ന ഒരു ബൈക്കാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു സിറ്റി കമ്മ്യൂട്ടിംഗ് ബൈക്കാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് സിറ്റിയിലൂടെ റൈഡ് ചെയ്ത് പോകുന്ന ഒരു ബൈക്കാണിത്. അതുപോലെ തന്നെ ഹൈവേ ക്രൂസിങ്ങിലൊക്കെ നമുക്ക് ഏകദേശം ഒരു 150 km/h ഒക്കെ മാക്സിമം സ്പീഡ് എത്തിക്കാൻ പറ്റും. കാരണം അത്ര നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ മിഡ് റേഞ്ച് ആണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ലോ ടോർക്കും ഹൈ എൻഡിലും അത്ര പെർഫോമൻസ് പോരാ. പക്ഷേ മിഡ് റേഞ്ച് ഇതിന് ഭീകരമായിട്ടുള്ള പെർഫോമൻസാണ് മിഡ് റേഞ്ചിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആക്സലറേഷനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര ക്വിക്കറായിട്ടുള്ള ഒരു ആക്സലറേഷൻ അല്ല, അത്ര അഗ്രസീവ് അല്ല, ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ആക്സലറേഷനാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോ ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ വൈബ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഹയർ RPMസിൽ നമുക്ക് വൈബ്രേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. എല്ലാ ബൈക്കിനും ഉള്ള പോലെ തന്നെ ഈ ഒരു ബൈക്കിനുണ്ട്, അല്ലാതെ കൂടുതലോ കുറവോ എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ഒരു ബൈക്കിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ച് ടൈറ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി ന്യൂട്രൽ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അതെന്താണെന്നറിയില്ല, ഈ ഒരു ബൈക്കിൻ്റെ ഗിയർ ബോക്സ് എനിക്ക് കുറച്ച് ടൈറ്റായിട്ടാണ് ഓവറോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ സസ്പെൻഷൻ്റെ കാര്യമാണ്. സസ്പെൻഷൻ മോനെ വേറെ ലെവലാണ്. കണ്ട ഇതുപോലെ ചെറിയ ചെറിയ കുണ്ടിലൊക്കെ ചാടുമ്പോൾ നമ്മൾ അറിയില്ല. നിങ്ങൾ ആ ക്യാമറയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ചെറിയ ഷേക്കും കാര്യങ്ങളൊന്നുമില്ല. അത്ര നല്ല റോട്ടിലൂടെ അല്ല, അത്യാവശ്യം ചെറിയ കുഴികളും കാര്യങ്ങളൊക്കെ ഉള്ള റോട്ടിലൂടെയാണ് പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് തിരിയാനുണ്ട്. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിലൊരു ഹമ്പോ കാര്യങ്ങളോ ചാടിയാൽ പോലും നമ്മൾ അറിയാത്ത രീതിയിലുള്ള അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നത്. പിന്നെ പറയാനുള്ളത് ഈ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ ബാലൻസിങ്ങും ആണ്. വണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടി നല്ല ബാലൻസ്ഡ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ലോ സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, അത് സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അതിനൊരു പ്രധാന കാരണം ഈ ഒരു BMW വരുന്ന റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ സാധാരണ എഞ്ചിൻ ഫ്രണ്ടിലോട്ടാണ് ചെരിച്ച് വെച്ചിട്ടുണ്ടാവുക, പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ കുറച്ച് പുറകിലോട്ടാണ് ചെരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സോസ്റ്റ് വന്നിരിക്കുന്ന എഞ്ചിൻ്റെ പുറകിൽ നിന്നാണ്, അതുപോലെ തന്നെ എയർ ഇൻടേക്ക് എടുക്കുന്ന എഞ്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. ഇതൊക്കെയാണ് ഈ ഒരു റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാനുള്ളത്. സോ ഗൈസ്, ദേ ഒരു ഫ്രണ്ടിലൊരു വളരെ വലിയൊരു ബമ്പ് കാണുന്നുണ്ട്. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി വെച്ചിട്ട് ക്വിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ജസ്റ്റ് ഒരു സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് വളരെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ ലോങ് റൈഡ് കംഫർട്ടിനെ പറ്റിയിട്ടാണ്. കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ കിട്ടുക. ഈ ഓടിച്ചിരിക്കുന്ന വണ്ടിയല്ല ഞാൻ ഓടിച്ചുള്ളതിന് മുന്നേ നമുക്കൊരു 150 കിലോമീറ്ററോളം ഞാൻ GS 310 പോയ സമയത്ത് എനിക്ക് വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. കാരണം നമ്മൾ ഓവറോൾ നമ്മുടെ ആ ഒരു റൈഡിങ് ഒരു ഫ്ലോ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും ഒരു സസ്പെൻഷൻ ആണെങ്കിലും ബ്രേക്കിംഗ് ആണെങ്കിലും ആക്സലറേഷൻ ആണെന്നൊക്കെ എല്ലാം ഒരു എന്താ പറയുക ഒരു എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഹാർമണിയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഇതിൻ്റെ വിൻ ബ്ലാസ്റ്റ് ചെറുതായിട്ടുണ്ട്, കാരണം ഇതിൻ്റെ വിൻഷീൽഡ് ചെറിയൊരു വിൻഷീൽഡാണ്. പിന്നെ പില്ലിയൻ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര നല്ലൊരു പില്ലിയൻ കംഫർട്ട് ലോങ് റൈഡിനില്ല, പക്ഷേ ഒരു മീഡിയം റേഞ്ച് ഡിസ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു പില്ലിയനെ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് പോകാൻ പറ്റും. ആൾ പുറകിലിരിക്കുന്ന ആളും വളരെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ പോണ വഴി ചെറിയ രീതിയിലുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ടാക്കിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. കാരണം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല ആക്സിലറേഷനും നല്ല ബാലൻസ് ഉള്ളൊരു വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഏകദേശം ഒരു 165 to 170 അത്രയും കിലോഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്കും വലിയൊരു വെയിറ്റ് ഉണ്ടെന്ന് പറയാനില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഓഫ് റോഡ് ഒന്ന് ചെയ്ത് നോക്കാം. ചെറിയ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഓഫ് റോഡാണ്. ഇതൊക്കെ ഓൾറെഡി ആ റോഡിൻ്റെ പ്രശ്നങ്ങളാണ്, നമ്മൾ ഉദ്ദേശിച്ചതല്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് തിരിയാം. ഇവിടെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു മൺ റോഡുണ്ട്. അപ്പോൾ ഈ മൺ റോഡുകളൊക്കെ പോകുമ്പോൾ നമുക്ക് സാധാരണ സാധാ ബൈക്കിലൊക്കെ ആണെങ്കിൽ സസ്പെൻഷൻ ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡാമ്പിംഗ് ഉണ്ടാവും. പക്ഷേ ഇത് വളരെ അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സാധാ റോഡിലൂടെ പോകണ പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മന്ത് August 30, 2024 ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സർവീസിൽ കുറച്ച് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഓഫേഴ്സ് അറിയാണ്ട് നിങ്ങൾ മോട്ടോ കണക്റ്റിനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓവറോൾ ഈ ഒരു ബൈക്ക് എന്നെ സംബന്ധിച്ച് ഒരു ബ്രാൻഡഡ് ബൈക്കാണ്.
ഐ മീൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. എന്നാൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൈക്കും അല്ല, പക്ഷേ നല്ല റൈഡിങ് ക്വാളിറ്റി ഉള്ള റൈഡിങ് കംഫർട്ട് തരുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെന്ന് പറയുന്നത് BMW-ൻ്റെ എന്താ പറയുക ഓഫേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി കിട്ടുന്ന ഒരു ബൈക്ക് കൂടിയാണ് ഇത്.